താങ്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പഴയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരിക. ഈ ഓരോ രംഗങ്ങൾ ഇങ്ങനെ ടെലിവിഷനിൽ വരുന്നു, അല്ലെങ്കിൽ സി ഡിയിൽ പ്ലേ ചെയ്യുന്നു. താങ്കൾ വീണ്ടും ആ കാലഘട്ടത്തിലേക്ക് വീണ്ടും പോവുകയാണ്. തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലേക്ക് ചെലുത്തുന്നൊരു സ്വാധീനമുണ്ടല്ലോ. ഒരുപക്ഷെ ഇന്ന് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം പ്രദാനം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ്. ഒരു ലഹരിയാണ്. ഞാൻ ചില പാട്ടുകളിൽ കൂടെ കോമഡിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകിയുടെ എന്താണ് കന്മതം എന്ന് പറയുന്ന പടത്തിൽ മുരുക ഭക്തനാണ് ഞാൻ. അപ്പം ഞാൻ ഒരു പാട്ട് എങ്ങനെ വളച്ചൊടിച്ച് എങ്ങനെ രസമുണ്ടാക്കാം എന്നറിയുന്നതിന് മുമ്പായിട്ട് മോഹൻലാലും ഞാനും കൂടി ഒരു സീൻ അവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോഹൻലാലിൻ്റെ വീട് എൻ്റെ വീട്ടിലാണ് മോഹൻലാൽ താമസിക്കുന്നത്. ഒരു കുടിലിൽ ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുക. ഇയാൾ കള്ളസ്വാമിയാണ്, സ്വാമി വേലായുധം എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു തള്ള, ഒരു ആദിവാസി തള്ള, അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ തന്നെ ആദിവാസി ഒരു തള്ള, മുടിയൊക്കെ ഇങ്ങനെ ചൂട്ട് പോലെ വണ്ണമില്ലാണ്ട് ഈ ദ്രംഷ്ടങ്ങളുമാതിരി പല്ലുകളൊക്കെ ഇങ്ങനെ ചിരിക്കുമ്പോൾ പേടിയോ നമുക്ക്. ഞാൻ കഞ്ഞി കാണിക്കല്ല, ഇനി വേണ്ട, കയ്യിലിരിക്കട്ടെ, അത് കയ്യിലിരിക്കട്ടെ. പക്ഷേ ഇതിനേക്കാളും ഭംഗിയായിരുന്നു അത്. അങ്ങനെ ദ്രംഷ്ടങ്ങളൊക്കെ ആയിട്ട് തള്ള പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അല്ലേ നോക്ക് ഇത് കണ്ടോടാ, അത് ഭയങ്കര പേടിയാവൂലേ. അയ്യോ ചേട്ടാ അത് ഭയങ്കരമാണല്ലോ. അപ്പോൾ ഞാൻ ഒരു കാര്യം, ഞാൻ ഒരു പാട്ട് പാടാം. പാട്ട് പാടിക്കുമ്പോൾ ആ തള്ളയെ അതിൽ നടത്താൻ പറഞ്ഞു. രോഹിയോട് പറഞ്ഞു, അമ്മ അതിലേ പോ എന്ന് പറഞ്ഞത്. അതിലേ പോട്ടാ ആ എന്ന് പറഞ്ഞു തള്ള. തനിത്തിരുന്ന് വാഴും തവ മണിയേ ദണ്ഡപാണി ദൈവമേ. ഇതാണ് പാട്ടിൻ്റെ ട്യൂൺ. തോടി രാഗത്തിലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഈ തള്ള അങ്ങനെ കവർ ചെയ്യുന്നതോട് ഞാൻ ഇതിനെ കണ്ട് പേടിച്ചിട്ട് ടോൺ മാറുന്നൊരു സാധനമുണ്ട്. തനിത്തിരുന്ന് വാഴും തവ മണിയേ ദണ്ഡപാണി ദൈവമേന്ന്. അത് അവർക്ക് ഭയങ്കര ഹരായി, ഷൂട്ട് ചെയ്തവർക്ക്. അത് സ്ക്രീനിൽ വന്നു. പിന്നെ ഒരു പെൺകുട്ടി അവിടെ നിന്ന് അടിച്ച് വാരിക്കൊണ്ട് വരുന്നു. ഒരു വീട്ടിൻ്റെ അടുത്ത് ഭിക്ഷാടനത്തിന് പോയേക്കാണ്. അവർ തളികയിലൊരു സർപ്പം ഉണ്ടാവും. മണ്ണാർശാലയ്ക്ക് ഒരു വഴിപാടുണ്ടായിരുന്നു എന്ന് ചോദിക്കും. എന്താ സ്വാമി എന്ന് ചോദിക്കാറുണ്ട് പെണ്ണ്. അവർ തൂത്തുവാരിക്കൊണ്ട് വരിക, ഡോർ തുറന്ന്. അപ്പോൾ മരുതമലൈമാമണിയേ മുരുകയ്യ, ഇതാണ് പാട്ട്. മുരുകനെ പറ്റിയാണല്ലോ. താങ്കളുടെ മുരുകഭക്തനാണല്ലോ. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞുള്ള ഭക്തിയുള്ളൂ. അമ്മ കഴിഞ്ഞാൽ പിന്നെ മുരുകൻ. അത് തീർച്ചയായിട്ടും. എമ്മിലാണോ രണ്ടും? അതെ, ഈ 3 റിലീജിയനും എം എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുസൽമാനും അതെ, മിശിഹായും അതെ, എന്താ പറയുക, മഹാവിഷ്ണു ഒക്കെ എമ്മിലല്ലേ. മാള മധു, മമ്മൂട്ടി, മോഹൻലാൽ, മാള, മാമുക്കോയ, മാധവി, മാധു, മുകേഷ്, മുരളി മനോജ്, ജയൻ, എമൻ നമ്പ്യാർ, എം ജി സോമൻ, എം ടി വാസുദേവൻ നായർ, മോണിഷ, മേനക, മഞ്ജു വാര്യർ, മണിയമ്പിള്ള രാജു, മച്ചാമറി, എം എസ് തൃപ്പൂണിത്തുറ, മാഫിയ ശശി വരെ ഒക്കെ എമ്മില അല്ലേ. അതിവിടെ പറയുന്നവർ പലരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ എമ്മിനോടാണ് താങ്കളുടെ ആഭിമുഖ്യം. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ മുരുകൻ. ചായ്വ് അല്ല, അതാണ് ക്യാരക്ടറേ അതാണ്. വളരെ സെൻറ്റിമെൻ്റലാണ്. അപ്പോൾ മരുതമലയും മാമണിയെ മുരുകയ്യ. എന്താണ് സ്വാമി വന്നതെന്ന് ചോദിച്ചാൽ, മണ്ണാർശാലയ്ക്ക് ഒരു വഴിപാടുണ്ടായിരുന്നു. കാരണം പാമ്പിരിപ്പുണ്ടല്ലോ, സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനത്തെ വൈബ്രേഷൻ കിട്ടിട്ട് മരുതമലയും മാമണിയെ മുരുകയ്യ തേവരിൻ കുലം കാക്കും വേലയാ ഹയ്യാ പെണ്ണ് വന്നപ്പോൾ ടോൺ മാറിയില്ലേ? അയ്യ, അതാണ് സാധനം. മരുതമലൈ മാമണി കണ്ണടച്ച് പാടുക. അപ്പോഴാണ് ഇവിടെ ഡോർ തുറന്നു വന്നത്. മരുതമലൈ മാമണിയേ മുരുകയ്യ തേവരിൻ കുലം കാക്കും വേലയ്യാ ഹയ്യാ. അങ്ങനെ നന്നായി ഒലിപ്പിച്ചു. അതെ, പൊലിപ്പിച്ചു. അങ്ങനെയൊക്കെ ചെയ്തോണ്ട് പോലെ. ഒലിപ്പിച്ചല്ല, ഒലിപ്പിച്ചു. അതെ.